നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ രാഹുൽ ഈശ്വർ. എല്ലാവരും എന്നും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാളെ നമുക്ക് എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ നാളെ നമുക്ക് ശ്രദ്ധിക്കാം, എന്തൊക്കെയാണ് നമുക്ക് നല്ലത് വരാനിരിക്കുന്നത്, എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങനെ ഒരു വേദിയാണ് ACV ഒരുക്കിയിരിക്കുന്നത്. ജ്യോതിർമയം എന്ന് പറയുന്നത് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം വെച്ചിട്ട് ജനന സമയം, ജനന തീയതിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്തൊക്കെയാണ് ഫലങ്ങൾ എന്നുള്ളത് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു പണ്ഡിതനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാ എപ്പിസോഡിലും അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ കുടമാളൂർ ശർമ്മജിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത്, ആരെക്കുറിച്ചാണോ അറിയേണ്ടത്, ഏത് രീതിയിലുള്ള സംശയമാണോ നിങ്ങൾക്കുള്ളത്, അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ അതുപോലെ തന്നെ വ്യക്തമായി തിരിച്ചങ്ങോട്ട് നിങ്ങൾ തേടുന്ന ഉത്തരം കിട്ടും അദ്ദേഹത്തിൽ നിന്ന്. ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ശർമ്മജി ജ്യോതിർമയത്തിലേക്ക്. അപ്പം നമുക്ക് വിളിക്കുന്ന ആളുകൾ ടെലിവിഷനിൽ കാണുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ: ഒന്ന്, ഏതൊരു ലൈവിലേക്ക് വിളിക്കുമ്പോഴും ചെയ്യുന്നത് പോലെ ടെലിവിഷൻ്റെ വോള്യൂം കുറച്ച് വെച്ചിട്ട് തന്നെ വിളിക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, ചില ഡീറ്റെയിൽസ് നമ്മൾ അങ്ങോട്ട് ചോദിക്കും. നിങ്ങളുടെ വിളിക്കുന്ന പേര്, വിളിപ്പേര് എന്താണ്, അതേപോലെ ജനന സമയം, കൃത്യമായിട്ടുള്ള ജനന സമയം അല്ലേ, അതെ, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് അല്ലേ, ജനന സമയം, ജനിച്ചത്, ഈ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് തന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്ത് ഉത്തരം പറയാൻ ശർമ്മജിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട്. ചിലർ വിളിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, ചിലപ്പം കുടുംബത്തിലുള്ള മറ്റാരുടെങ്കിലും ആയിരിക്കാം അല്ലേ. അതെ, അപ്പം നമുക്ക് ആദ്യത്തെ കോള് വെയിറ്റിംഗ് ആണ്. ആരാണ് നോക്കാം അല്ലേ. ഹലോ ഹലോ, നമസ്കാരം, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. നമസ്കാരം മാഡം. നമസ്കാരം. പേര് ഉമ എന്നാണ്. ഉമ എന്നാണ് പേര് അല്ലേ? ഓക്കെ, ശരി. ഉമ പള്ളിച്ചൽ പെരിയമ്മലയാണ് താമസിക്കുന്നത്. പെരിയമ്മല. ഉമ ആർക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്? ഉമ്മയുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ. മകൾക്ക് വേണ്ടി. ശരി, അപ്പൊ ആദ്യം തന്നെ മകളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഉമ്മയുടെ മകളുടെ പേര് പറയാമോ? എല്ലാരും വിളിക്കുന്ന പേരെന്താ? മകളുടെ പേര് പറയൂ. മകളുടെ റെക്കോർഡിക്കൽ നെയിം അതുല്യ സുരേഷ് എന്നാണ്. അതുല്യ സുരേഷ് ആയിക്കോട്ടെ. പിന്നെ ഫീമെയിൽ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് പറയാമോ? ഡേറ്റ് ഓഫ് ബർത്ത് 2005 ഏപ്രിൽ 7-ാം തീയതി പുലർച്ചെ 3:30 ഒരു മിനിറ്റ്. 2005 ഏപ്രിൽ 7-ാം തീയതി അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് എൻ്റർ ചെയ്തോട്ടെ. ഓക്കെ, ഏപ്രിൽ 7, 2005 ശരിയല്ലേ? ടൈം ഓഫ് ബർത്ത് പറയാമോ? പുലർച്ചെ 3 മണി അല്ലേ? പുലർച്ചെ 3:31. ഓക്കെ, ആയിക്കോട്ടെ, 3:31 AM. ശരി. പിന്നെ ജനന സ്ഥലം ഏതായിരുന്നു അതുല്യയുടെ? ജനനസ്ഥലം ഇവിടെ തിരുവനന്തപുരം തന്നെ. തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. ഓക്കെ. എന്താണ് അറിയേണ്ടത്? ഇപ്പോ പോസ്റ്റ് ഗ്രാജുവേറ്റിനാണ്, MSc പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ജോലി കിട്ടുമെന്നും വിവാഹം എപ്പോ ആണെന്നും ഒക്കെ ഉള്ളതാണ് അറിയേണ്ടത്. മനസ്സിലായി. ഓക്കെ, നമുക്ക് ഗ്രഹനില കിട്ടിയിട്ടുണ്ട്. ഗ്രഹനില വെച്ചിട്ട് ദശാകാലം കൂടി എടുക്കാം. ഓക്കെ, എന്താ പേര്? അതുല്യ. അതെ, അതുല്യൻ്റെ ഇപ്പോൾ വീട്ടില് കോളേജിൽ പോയിരിക്കുകയാണ്. ഓക്കെ, ശരി. ഒരാളാണോ അതുല്യ? ഒരാളാണോ അതോ വേറെ മക്കളുണ്ടോ? അതുല്യ മാത്രമേ ഉള്ളൂ. ശരി. അപ്പം അതുല്യ എന്തായി കാണാനാണ് അമ്മയുടെ താല്പര്യം? അങ്ങനെയൊന്നുമില്ല, ഒരു ജോലി ഒക്കെ കിട്ടണം എന്നുള്ളതാണ് ആഗ്രഹം. അതെ, ഓക്കെ. ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? അതോ? ഞാൻ ഹൗസ് വൈഫാണ്. ആയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ ശർമ്മജി എന്തായാലും അത് ഡീറ്റെയിൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗ്രഹനിലയും പിന്നെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്, അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മകളുടെ ഒരു എങ്ങനെയാ പഠിക്കാനും ജോലി കിട്ടണം എന്നൊക്കെ മകൾക്ക് സ്വയം വളരെ ആഗ്രഹമുള്ള? മോശമില്ല, കുഴപ്പമില്ലാത്ത പഠിത്തമാണ്. ഇപ്പോ ഡിഗ്രി പാസ്, നല്ല ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ മാർക്കോടെ തന്നെയാണ് പാസ്സായിരിക്കുന്നത്. അത് ശരി, ഓക്കെ. അപ്പൊ ഇനി അടുത്തിപ്പോ MScക്ക് ധരിക്കണം. വളരെ സന്തോഷമുണ്ട് കേട്ടോ ഉമ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിലുള്ളൊരു മകളുടെ അമ്മ വിളിച്ചിട്ട് ജോലിയുടെ കാര്യം അന്വേഷിക്കുന്നു, വിവാഹത്തിന്. കാരണം ഒരുപാട് പേര് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുള്ളപ്പോൾ
വിവാഹം ഉണ്ടാവുമോ ഇപ്പോൾ എന്ന് ചോദിച്ച് വിളിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഉമ്മ വിളിച്ചിട്ട് മകൾക്കൊരു ജോലി വേണം, ജോലി ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നത് അവൾക്കും ആഗ്രഹം അതാണ്, ജോലി കിട്ടിയിട്ട് വിവാഹം എന്നാണ് പറയുന്നത്. വെരി നൈസ്. നമ്മളാദ്യം ജോലിയെ പറ്റിയല്ലേ അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു ചിന്താഗതി തന്നെയാണ്. എന്തായാലും ശർമാജി നമുക്ക് സംസാരിക്കാം. 2029 മുതൽ ഇപ്പോൾ 2026 ആഗസ്റ്റ് മാസം 17-ാം തീയതിയാണിന്ന്. 2028, 29, 28 മിഡിൽ പകുതി മുതൽ വൈശ്യം വിട്ട് ഭാഗ്യഭാസ്കരൻ ഉദിച്ചിടും. അതായത് വിദ്യക്കുദ്യോഗവും പിന്നെ വിത്തവും മംഗല്യമാം ഹയർ സ്റ്റഡീസിനനുസരിച്ചുള്ള ജോലി സാധ്യത. PSC ഒക്കെ എഴുതണം. ഗവൺമെൻറ് ജോലി സാധ്യതകളുണ്ട്. ജോലിക്കും തുടർന്ന് വിവാഹാദി മംഗളകർമ്മസിദ്ധിക്കും ഉള്ള യോഗങ്ങളും ഭാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും ഭൂസ്വത്ത് ഗ്രഹിച്ചിടും ശത്രുക്കളെ ജയിച്ചിടും സദ്യയും ദാനവും സൽക്കർമ്മങ്ങളും നടന്നിടും മംഗല്യം നടന്നിടും തർക്കമില്ലതെല്ലും. ആ ശ്ലോകത്തിൻ്റെ ഫലം 28 വയസ്സ് മുതൽ ഉദ്യോഗലബ്ധി, വിവാഹാദി മംഗളം, പുതിയ വസ്തു, വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ്, വില്ല, താമസ സ്ഥലം. പിന്നെ കുറച്ച് നേർച്ചയും വഴിപാടുകളും ഒക്കെ പെൻഡിങ് കിടപ്പുണ്ട്, അതെല്ലാം ചെയ്തോണം. പിന്നെ കഴിവതും നല്ലോണം ഗ്രഹനില നോക്കിയാൽ നന്നായിരിക്കും. കാരണം വിവാഹ ദാമ്പത്യകാരകൻ ശുക്രൻ മീനത്തിൽ നല്ല യോഗത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും കൂടെ രാഹു നിൽപ്പുണ്ട്. രാഹു നിൽക്കുന്നതുകൊണ്ട് ഒരു ലേശം കല്യാണ കാര്യത്തിൽ അല്പം പിടിവാശിയുള്ള കുട്ടിയായിരിക്കും. വലിക്കരുത്, കുടിക്കരുത്, അങ്ങനെയുള്ള ആൾ പറ്റിയല്ല. സെയിം ജോലി വേണം, ഇങ്ങനെയൊക്കെയുള്ള നിർബന്ധം. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പം നല്ലോണം ശുക്രനും സർപ്പവും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന പാപദോഷമുള്ള ഒരു ജാതകം വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ പീരീഡിൽ കല്യാണം സമംഗളമായിട്ട് നടക്കും. കുറച്ച് വേണ്ടപ്പെട്ടവരോടൊക്കെ പിണങ്ങാതെ ഇണങ്ങാതെയൊക്കെ നിൽക്കണം. അമ്മയുടെ ആളുകൾ, അമ്മാവന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ. എത്ര പേരുണ്ട് അമ്മാവന്മാർ? എനിക്ക് 2 സഹോദരന്മാരാണ്. നിങ്ങൾ മൊത്തം 3 പേരല്ലേ? 4 യോഗം, 3 പ്രത്യക്ഷത്തിലുണ്ട്. അവരുമായിട്ട് പിണങ്ങരുത്, പിണങ്ങാതെയൊക്കെ നിൽക്കണം. പിണങ്ങി കഴിഞ്ഞാൽ കല്യാണ ആലോചനയൊക്കെ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കാമല്ലോ നമ്മുടെ സമൂഹമല്ല. അതുകൊണ്ട് എല്ലാവരുമായിട്ട് ലോഹ്യത്തിലൊക്കെ നിൽക്കണം. ഈ പറഞ്ഞ സമയത്ത് മംഗല്യം നടന്നിടും, ജോലി കിട്ടും, പുതിയ വസ്തുവും വീടും ഉള്ള ഏക മകനോ അല്ലെ അതുപോലെ തന്നെ ആയിരിക്കും. നല്ല വീടിനൊക്കെ അധികാരിയായിട്ട് തീരും. 28 വയസ്സ് മുതൽ 30-നുള്ളിലായിട്ട് എല്ലാ ഭാഗ്യങ്ങളും തെളിയും. വിഷമിക്കേണ്ട കാര്യമില്ല. സർപ്പക്ഷേത്രത്തിൽ ഏതെങ്കിലും 100 പാലും വഴിപാട് നാഗർക്ക് ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കണം. ആരെങ്കിലും പറഞ്ഞു തന്ന് കാണുമല്ലോ. അത് നിർത്തണ്ട. വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി. മുഖത്തിന് എന്തെങ്കിലും തരത്തിൽ മറുകോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്നും കളയാനൊന്നും നോക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചിഹ്നങ്ങൾ വല്ലതും ഉണ്ടോ മുഖത്തിന്? മുഖത്തില്ല. മുഖത്ത് അങ്ങനെ പാടൊന്നുമില്ല. എന്തെങ്കിലും വിശേഷ ചിഹ്നമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്? ഇല്ല, ദേഹത്ത് മാത്രമേ. നെഞ്ചിന്റെ അവിടെ ഒരു മറുകേ ഉള്ളൂ. അതും വരാം, മകൾക്കും വരാം കേട്ടോ. ലക്ഷണം പറയുമ്പോൾ ഓരോന്ന് പറയണ്ടേ. ഏതായാലും ബാസൂര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും ഭൂസ്വത്ത് ഗ്രഹിച്ചിടും ശത്രുക്കളെ ജയിച്ചിടും സദ്യയും ദാനവും സൽക്കർമ്മങ്ങളും നടന്നിടും രാജതുല്യായി വാണിടും. രാജതുല്യ എന്ന് വെച്ചാൽ രാജ്ഞിയാവണം എന്നല്ല, രാജയോഗം. അതായത് ഗവൺമെൻറ് ജോലി കിട്ടണമെന്നാണ്. ഗവൺമെൻറ് ജോലിക്കാണ് രാജയോഗം എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ രാജഭരണമുള്ള കാലമല്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ജോലി എന്നൊക്കെ വേണമെങ്കിലും അനുമാനിക്കാം. എന്തായിരുന്നാലും നല്ല വിവാഹബന്ധം വരും. എല്ലാവരുമായിട്ട് ലോഹ്യത്തിലൊക്കെ നിൽക്കണം. അമ്മയുടെ വീട്ടുകാരൊക്കെ ആയിട്ട് സർപ്പക്ഷേത്രത്തിൽ വഴിപാടൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ കല്യാണമൊക്കെ നടന്ന് ജോലിയൊക്കെ ആയി കഴിയുമ്പം വീണ്ടും SUVയിലേക്ക് വിളിക്കണം കേട്ടോ. നന്ദി, വിളിച്ചതിന് നമസ്കാരം.
നമസ്കാരം. താങ്ക് യു. എന്തായാലും അമ്മയ്ക്കൊരു സന്തോഷമായും തോന്നുന്നു പറഞ്ഞ കാര്യങ്ങൾ അല്ലേ. ജോലി കിട്ടുക, കല്യാണം നടക്കുക, അതാണല്ലോ എല്ലാവരുടെയും ഏതൊരു അമ്മയുടെയും അച്ഛൻ്റെയും സ്വപ്നം എന്ന് പറയുന്നത് അത് തന്നെയാണ്. മോളുടെ ആഗ്രഹം ജോലി കിട്ടിക്കഴിഞ്ഞ് വിവാഹം മതി എന്നുള്ളതാണ്. സ്വന്തം കാലം നിൽക്കാനുള്ള പ്രാപ്തി നല്ല കാര്യമാണത്. അതെ. നമുക്ക് അടുത്ത കോള് വെയിറ്റിംഗ് ആണ്. സാർ ആരാണ് നോക്കാം. ഹലോ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയാമോ? വിളിക്കുന്നത് ഗിരിജയാണ്. അയ്യോ, പേര് കേട്ടില്ല. ഗിരിജ അല്ലേ? ഗിരിജ ചേച്ചി, ടെലിവിഷന്റെ വോള്യൂം ഒന്ന് കുറച്ച് വെക്കാമോ? നമ്മൾ പറയുന്നത് കേൾക്കാം. ഓക്കെ, കുറച്ചോ? ആരുടെ കാര്യം അറിയണ്ടേ? ഓക്കെ, ശരി. അപ്പം ശർമാജി ചോദിക്കുന്നുണ്ട്, ഭർത്താവിന്റെ പേര് സുരേഷ് അല്ലേ? തൃക്കേട്ടയാണ് നാള്. ആയിക്കോട്ടെ. അപ്പം 1970 14/5 അല്ലേ? 1970. ഓക്കെ. ആരോഗ്യ പ്രശ്നമോ ജോലി പ്രശ്നമോ എന്താ അറിയണ്ടേ? ആരോഗ്യ പ്രശ്നം, തൊഴിലും എല്ലാം അറിയണം. ആൾക്ക് നാട്ടിലില്ല. ടൈം ഓഫ് ബർത്ത് പറയാമോ? ജനന സമയം കൂടി പറയാമോ? ജനനസമയം അത് കൃത്യമായി അറിയില്ല മാഡം. കൃത്യമായിട്ട് അറിയില്ല. തൃക്കേട്ടയാണ്. ഓക്കെ. ആരോഗ്യ പ്രശ്നമാണോ അറിയേണ്ടത്? ആരോഗ്യ പ്രശ്നമാണ് അല്ലേ ഇപ്പൊ അലട്ടുന്നത്? രണ്ടാമത് എന്താ പറഞ്ഞത്? തൊഴിലും ആരോഗ്യ പ്രശ്നവും. ജനന സമയമില്ലാത്തത് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ തൃക്കേട്ട നക്ഷത്രം, ആരോഗ്യ പ്രശ്നം, ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരും കേട്ടോ. കഴുത്തിന് താഴോട്ടാണോ എന്തെങ്കിലും സർജറി വല്ലതും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടോ? മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും. വേറെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒന്നും വരത്തില്ല. ജോലി പുതിയതായിട്ട് ജോലി കിട്ടുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്ത നവംബർ മാസത്തിനുള്ളിലായിട്ട് പുതിയ ജോലിയിലോ അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ പരിഷ്കൃതമോ ആയിട്ട് വരും. ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വലിയ മാരകപരമായ രോഗങ്ങളൊന്നും വരാനുള്ള സാധ്യതകളൊന്നുമില്ല. സ്ലിപ്പ് ഏരിയയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അടുത്ത 2-3 മാസത്തേക്കിന്. കാരണം ഞാൻ ചോദിച്ചത് കണ്ഠത്തിന് താഴെ എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഷുഗറും പ്രഷറും മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും ഒന്ന് തെന്നി ചെറുതായിട്ട് വീഴാൻ സാധ്യതയുണ്ട്. ഭയക്കാനൊന്നുമില്ല. സ്ലിപ്പ് ഏരിയ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മഴക്കാലമൊക്കെ അല്ലേ, വാഹനത്തിലൊക്കെ കയറുന്നതും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ഏതെങ്കിലും ഭഗവതി ക്ഷേത്രങ്ങൾ തെക്ക് കിഴക്കേ ഭാഗത്തുണ്ടെങ്കിൽ മാകുട്ടി പേരുള്ള ഏതെങ്കിലും ദേവാലയമോ സ്ഥലമോ അവിടെ ഭഗവതിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ അടുത്തുണ്ടോ? ഭഗവതി അമ്പലത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ രക്തപുഷ്പാർച്ചന കാര്യങ്ങൾ കടുംപായസം മുതലായത് ചൊവ്വാഴ്ച തോറും നടത്തണം. തൃക്കാട്ടയ്ക്ക് അഷ്ടമത്തി ചൊവ്വയുള്ള സമയമാണ്. ചൊവ്വ ഭഗവതി, സുബ്രഹ്മണ്യനും ഭഗവതിക്കും വേണ്ട വഴിപാടുകൾ ചൊവ്വാഴ്ച തോറും ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത 1-2 മാസത്തേക്കിന്. ഗുരുതരാവസ്ഥയൊന്നുമില്ല. ജോലിയൊന്നും നഷ്ടപ്പെടത്തില്ല. നഷ്ടപ്പെട്ടാലും വേറെ ജോലി കിട്ടും. വരുമാന മാർഗങ്ങൾ വേറെ പല രീതികളിൽ വരും. മക്കളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കുടുംബം സംബന്ധിച്ചോ ഉള്ള പ്രയാസങ്ങൾ 2-3 മാസം കൊണ്ട് പരിഹൃതമായിരിക്കും. ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക കേട്ടോ. രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും ചെയ്യുക ചൊവ്വാഴ്ച തോറും. അടുത്ത് തന്നെ തെക്ക് നിങ്ങളുടെ താമസിക്കുന്നതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് മാകുട്ടി പേരുള്ള ദേവാലയമോ സ്ഥലമോ ഉണ്ട്. ഭഗവതി അമ്പലം. അവിടെ ഈ വഴിപാടുകളൊക്കെ ചെയ്യുക. അതെ.
പോയി തൊഴാൻ പറ്റുന്നെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തൊഴിക്കുകയും ചെയ്യുക. ഇത്രയും ലഘുവായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഞാൻ വേറെ അറിയാനുണ്ട്. 24/7/1986 മകളും മസ്കറ്റിലാണ്. മകളാണ് അല്ലേ? മകളുടെ പേരെന്താ? സോണിയ. സോണിയ. സൗമ്യ. ഓക്കെ. സോണിയാണോ? സോണിയ. 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 ശരി. പിന്നെ മോളുടെ ഇതെന്താ പറഞ്ഞ? ഡേറ്റ് ഓഫ് ബർത്ത് എന്താ പറഞ്ഞ? മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 24/7/1986. 86 അല്ലേ? 86 മാസം ഏതാ? ജൂലൈ. 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 ആൻഡ് ഡേറ്റ് എന്താ? അന്വേഷിച്ചത് മോളുടെ ജോലി, പിന്നെ ആരോഗ്യം. ഇത് രണ്ടു തന്നെയാണ് അറിയേണ്ടത്. ഡേറ്റ് ഒന്ന് പറയാമോ? ഡേറ്റ് ഓഫ് ബർത്ത് പറയാമോ? ഏത്? 24 അല്ലേ? 24. ശരി. 24/7/1986. സമയം അറിയോ? സമയം പ്രത്യേകം അറിയുന്നില്ല. രാവിലെയാണ്. പുലർച്ചെയാണ് അല്ലേ? രാവിലെ എന്ന് പറയുമ്പോൾ 8 മണിയൊക്കെ ആകുമ്പോൾ ഇട്ടോളൂ. ഓക്കെ, നോക്കട്ടെ. 8 മണി. ഓക്കെ. തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ അല്ലേ ജനന സ്ഥലം? അല്ലല്ല. സോണിയയുടെ സ്ഥലവും കുന്നോട്ട് തന്നെയാണ്. ജനിച്ച സ്ഥലം ഏതാ? സോണിയ ജനിച്ച സ്ഥലം? ജനിച്ച സ്ഥലം കാണിപ്പയ്യൂര്. ഏതാ പറഞ്ഞ? തൃശ്ശൂർ ഡിസ്ട്രിക്ട്. തൃശ്ശൂർ അല്ലേ? ഓക്കെ. തൃശ്ശൂർ ഡിസ്ട്രിക്ട് കാണിപ്പയ്യൂര് സ്ഥലം. തൃശ്ശൂർ നട്ടാ മതിയല്ലോ അല്ലേ? കാണിപ്പയ്യൂർ, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. നമ്മൾ ഡീറ്റെയിൽസ് ഒന്ന് എൻ്റർ ചെയ്യുവാണ്. തൃശ്ശൂർ. വേറെ ആരൊക്കെയാ ഉള്ളത് വീട്ടില്? വീട്ടിലെ അമ്മണ്ട്, ഭർത്താവിന്റെ അമ്മണ്ട്. അത് ശരി. ഓക്കെ. മകളെ കുറിച്ച് എന്താ അറിയാൻ ആഗ്രഹിക്കുന്നത്? മകളെ കുറിച്ച് ആരോഗ്യം, തൊഴിലും കർമ്മം. ഓക്കെ. തൃശ്ശൂർ വരുന്നില്ല. മകളിപ്പം മസ്കറ്റിലാണ് അല്ലേ? അവിടെ കുടുംബമായിട്ട് അവിടെ തന്നെയാണ്, മക്കളൊക്കെ ആയിട്ട്? അതെ ശരി. സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലോ. ചതയെന്നാണല്ലേ മകളുടെ നാളെ ഏതാ പറഞ്ഞത്? നക്ഷത്രം? ചതയം. ഓക്കെ. ഏതെടുക്കണേ? ഓക്കെ, ആയിക്കോട്ടെ. അപ്പം മകളിപ്പോൾ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നോ? ഓണത്തിനോ മറ്റോ വരുന്നുണ്ടോ? അത് ശരി. ഓക്കെ. ഇപ്പം മകൾക്ക് അങ്ങനെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടോ, അതോ ജസ്റ്റ് ഒരു അമ്മയുടെ ഒരു ആശങ്ക മാത്രമാണോ? മോക്ക് ENT വിഭാഗത്തിൽ, അതായത് മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾ വരും, തലവേദന, ചെവി, മൂക്ക്, തൊണ്ട. ENT വിഭാഗത്തിലെ ഗോയിറ്റർ, മൈഗ്രെയിൻ, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ചെറിയ തോതിൽ. പേടിക്കാനൊന്നുമില്ല. തലവേദനയുണ്ടോ സ്ഥിരമായിട്ട്? മൈഗ്രെയിൻ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മൈഗ്രെയിൻ്റെ കുഴപ്പമില്ല. അടുത്ത 2 വർഷത്തിനുള്ളിലായിട്ട് ജോലി കിട്ടും, കല്യാണവും നടക്കും. 2027 ജോലി ഉണ്ടെങ്കിലും പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. 2027 ജൂൺ മാസം മുതൽ പുതിയ ജോലിയും തുടർന്ന് കല്യാണ ആലോചനകളും വരും.
ചേച്ചി ടെലിവിഷൻ്റെ വോള്യൂം കൂടിയിരിക്കുന്നത് കൊണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. ടെലിവിഷൻ്റെ വോള്യൂം കുറച്ച് തന്നെ വെക്കേണ്ടി വരും, നല്ലോണം കുറയ്ക്കേണ്ടി വരും. നല്ല മകൾക്ക് 2027 ജൂൺ മാസം മുതൽ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് ആള് സെറ്റിലാണ് മസ്കറ്റിൽ. 86 ആണല്ലോ ഡേറ്റ് ഓഫ് ബർത്ത്. 86 ആണ് അപ്പൊ ഇപ്പൊ കല്യാണമൊക്കെ കല്യാണം കഴിഞ്ഞ് സെറ്റിൽമെന്റ് ആയിരിക്കുന്നു. അതെ. അപ്പോൾ ഇനി ഇപ്പോൾ അവർക്ക് വസ്തു വീട് മുതലായതും തുടർന്ന് അവിടെ തന്നെ ഏതെങ്കിലും പുതിയ പ്രമോഷനോ പുതിയ മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് ജോലിയോ താമസ സൗകര്യമോ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വിഷമിക്കേണ്ടതായിട്ടൊന്നുമില്ല. വിഷമിക്കേണ്ട വിഷയങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മൈഗ്രെയിൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് ചെറുപ്പത്തിലുണ്ടായിരുന്നല്ലേ പറയുന്നത്. അതെ, ചെറുപ്പത്തിലുണ്ടായിരുന്നു. വസ്തുവും വീടും പുതിയ ജോലിയും കാര്യങ്ങളും ചെന്ന് കയറിയെടുത്ത് ചില വിവാഹാദി മംഗളകർമ്മസിദ്ധിയും ഉണ്ടാവും. ഓക്കെ. ഭർത്താവിൻ്റെ വീട്ടിലുണ്ടായിരുന്നാലും മതി. കുട്ടികളായോ? കുട്ടിയുണ്ട്. 5 വയസ്സായ മോനുണ്ട്. കുട്ടികൾ 5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ വീടും ഒക്കെ പുതിയതായിട്ടുണ്ടാവും. പുതിയ ജോലിയിലേക്ക് ഉള്ള ഒരു പ്രമോഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും വിളിക്കുന്നവർ ടൈം ഓഫ് ബർത്തും കൂടെ ഒന്ന് വളരെ അതെ, അത് കുറച്ച് റെഗുലറായി ഒന്ന് കറക്റ്റായിട്ടൊന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, വിളിക്കുന്ന ആളുകൾ കഴിയുന്നത്ര ഒരാളുടെ വിവരങ്ങൾ ചോദിക്കാൻ നോക്കുക. കാരണം ഒരുപാട് കോൾസ് വെയിറ്റിംഗ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അതെ. അപ്പൊ എന്റേത് സമയങ്ങൾ കൃത്യമായിട്ട് 5 മിനിറ്റിന്റെ വ്യത്യാസമൊക്കെ ആകാം. അതാ, രാവിലെ നിന്ന് മാത്രം പറഞ്ഞാലും നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ജനന സമയം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് ശർമ്മജിക്ക് ഉത്തരം തരാൻ സാധിക്കും. അതിപ്പോൾ ആരെ കാണുമ്പോഴും അവർക്ക് അറിയേണ്ട ഒരു കാര്യമായിരിക്കും ജനന സമയം കൃത്യമായിട്ട് കേട്ടോ. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ. ഹലോ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അഭിജിത്ത്. അഭിജിത്ത്. മകൻ അഭിജിത്ത് എന്നാണ് മകന്റെ പേര് അല്ലേ? വിളിക്കുന്ന ആളുടെ പേര് പറഞ്ഞോളൂ, പരിചയപ്പെടാലോ. മിനി. ഓക്കെ. അപ്പൊ മിനി മകൻ അഭിജിത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അല്ലേ? അഭിജിത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയണേ. 7/8/2002. 7/8/2002. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. 2002. എന്താ അറിയേണ്ടത് അഭിജിത്തിനെ കുറിച്ച്? ഓക്കെ. എന്താ ജോലി? എയർ ഇന്ത്യയിലാണ്. ശരി. ജനന സമയം ഒന്ന് പറയാമോ? 6:22 വൈകുന്നേരം 6:22 അല്ലേ? ഏത് ഡിസ്ട്രിക്റ്റാണെന്ന് ചോദിച്ചാൽ ഏത് ഡിസ്ട്രിക്റ്റിലായിരുന്നു ജനനം? ഇത് പ്ലേസ് ഓഫ് ബർത്ത്? 7/8/2002. അല്ല, ജനന സ്ഥലം. പകലോ രാത്രിയോ ജനനം? സ്ഥലം ജനന സ്ഥലം തിരുവനന്തപുരം. ശരി, അപ്പം ഇപ്പം പറയാട്ടോ. ശരി, അപ്പോൾ അഭിജിത്ത് ഇപ്പം എവിടെയാ? ട്രിവാൻഡ്രത്താണോ? ഓക്കെ. അഭിജിത്തിന്റെ വിവാഹം നടക്കുന്നുള്ളതാണ് അറിയേണ്ടത്. അഭിജിത്തിന്റെ വിവാഹം പിന്നെ ജോലിയൊക്കെ എല്ലാം ഓക്കെയാണ്, എല്ലാം ആയിട്ടുണ്ട്. ആള് സെറ്റിൽഡ് ആണ് അല്ലേ? വിവാഹം നോക്കി തുടങ്ങിയോ? ഓക്കെ. ആള് വിവാഹം കഴിക്കാൻ റെഡിയാണ്, അല്ലാതെ പിന്നീട് മതിയെന്നോ അങ്ങനെയൊന്നും നിർബന്ധങ്ങളൊന്നും ഇല്ല അല്ലേ? വിവാഹത്തെക്കുറിച്ച് അങ്ങനെ പ്രത്യേക നിർബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആളാണോ അഭിജിത്ത്? അതോ അച്ഛനും അമ്മയും നോക്കിക്കോളൂ എന്ന് അഭിപ്രായക്കാരനാണോ? അച്ഛനും അമ്മയ്ക്ക് വിട്ടു തന്നിരിക്കുന്ന മകനാണ് അല്ലേ? ഓക്കെ. നല്ലൊരു ചാൻസ് ഈ ഒരു വർഷം തന്നെ ഉണ്ടാവുന്നുണ്ട്. ഉദ്യോഗമുള്ള കുട്ടി, നല്ലൊരു അവസരം, നല്ല സൗന്ദര്യം, നല്ല ഡിഗ്രി, ജോലി, നല്ല കുടുംബം, ഇതെല്ലാം ഇണങ്ങി വരുന്ന ഒരു വർഷത്തിനുള്ളിൽ, അത് പ്രത്യേകിച്ച് നവംബർ മാസത്തിനുള്ളിലായിട്ട് തന്നെ ഒരവസരം വരുന്നുണ്ട്. പെട്ടെന്നായിരിക്കും നിശ്ചയവും കല്യാണം. അത് മാറ്റി പോയിട്ടുണ്ടെങ്കിൽ 30 വയസ്സിലേക്ക് പിന്നെ പോകും.
കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ചേച്ചി? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പ്രപ്പോസൽസ് വല്ലതും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. നടക്കുമെന്നാണ് കാണുന്നത്. നവംബർ മാസത്തിനുള്ളിലായിട്ട് നടക്കും, ഇല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകും. മകനിപ്പോ 24 വയസ്സല്ലേ? പിന്നെ അത്ര പ്രയാസപ്പെടേണ്ട പ്രായമൊന്നും ആയിട്ടില്ല ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതാണ്. ഈ വർഷം തന്നെ നല്ല ആലോചനകൾ കാര്യങ്ങൾ വരും. നടക്കാനുള്ള ബഹുഭൂരിപക്ഷ സാധ്യതകളുണ്ട്. എത്ര വയസ്സ് കല്യാണം നടക്കുമെന്നുള്ള അറിയാവോ? 24-25 വയസ്സിനുള്ളിൽ ഒരു പ്രധാന ചാൻസ് ഉണ്ട്. അല്ല പിന്നെ രണ്ടാമത് 30-ാമത്തെ വയസ്സ്. ഇപ്പം മുതൽ ആലോചന ഇട്ടോ നവംബർ മാസത്തിനുള്ളിൽ നല്ല പ്രപ്പോസൽ വരും. ചടുപൂക്കെന്നായിരിക്കും ആലോചനകൾ വരുന്നത്. ചില നിർബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിത്തം കാര്യങ്ങളിലൊക്കെ. എന്തായിരുന്നാലും വിവാഹം നടക്കും. വീട് പണിയോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയോ, അതോ ഉണ്ടോ? വീട് പണിയോ കാര്യങ്ങളോ എന്തെങ്കിലും തുടങ്ങിയോ? വീടുണ്ട്. വസ്തു, വീട്, വിവാഹം, വാഹനം ഇതുമായി ബന്ധപ്പെട്ട അനുകൂലമായ സമയമാണിപ്പോൾ. ജൂൺ മാസം മുതൽ തുടങ്ങി വരുന്ന ജൂൺ വരെ സമയമുണ്ട്. ഏറെക്കുറെ ഇണങ്ങിയതും നല്ല പഠിത്തമുള്ളതും സുന്ദരിയും ഒക്കെ വരും, നല്ല കുടുംബമൊക്കെ വരും. ഇതിൽ പിന്നെ 30-ാമത്തെ വയസ്സിലെ പിന്നീട് അവസരം വരുന്നുള്ളൂ. ജോലിയിലൊന്നും കുഴപ്പമൊന്നുമില്ല, മിടുക്കനായിട്ട് തന്നെ വരും. പ്രയാസപ്പെടേണ്ട കാര്യങ്ങളോ ലവ് മാരേജ് ഒന്നും വരത്തില്ല, അങ്ങനെയൊന്നും പേടിക്കണ്ട. ഓക്കെ എന്തായാലും അറിയാനുള്ളത് അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. അവസരം ഉടനെ തന്നെ ഉണ്ടാവും, വിവാഹ അവസരം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. നമുക്ക് അടുത്ത കോളും വെയിറ്റിംഗ്, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ പറഞ്ഞ ഉടനെ അവസാനിപ്പിക്കേണ്ടി വന്നത്. അടുത്ത കോൾ ആരാണ് നോക്കാം. ഹലോ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? വിളിക്കുന്ന ആളുടെ പേര്? പേര് ശാന്തി, തിരുവനന്തപുരത്ത്. ശാന്തി, സുഖമാണല്ലോ അല്ലേ? സുഖമായിരിക്കുന്നല്ലോ. ശരി, മോളുടെ ഒരു കാര്യം ചോദിക്കാനായിട്ട്. ആയിക്കോട്ടെ. മോളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? പേര് പറയാമോ? മോളുടെ പേര് ഗ്രീഷ്മ, വിശാഖ നക്ഷത്രമാണ്. ഗ്രീഷ്മ അല്ലേ? ശരി. മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് പറയാമോ? ഡേറ്റ് ഓഫ് ബർത്ത് 20/6/94. 94 അല്ലേ? 20/6/94. ഓക്കെ. ജനനസമയം വൈകുന്നേരം 6:50. എന്താ അറിയണ്ടേ മോളുടെ കാര്യം? മോളുടെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞു സാർ. ഹസ്ബൻഡ് ആകർഷ നായർ, മകം ആണ്. പയ്യന്റെ നക്ഷത്രം മകമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 91 30/1/91 പയ്യന്റെ. മകള് ജനിച്ചത് തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ അല്ലേ? മോള് തിരുവനന്തപുരത്താണ്. ഇപ്പം പയ്യൻ ഇപ്പൊ ബോംബെയിലാണ്. അപ്പൊ അവര് തമ്മില് ജോലി രണ്ടുപേർക്കുമാണ്. എങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസവും മോൾക്ക് എല്ലാത്തിനും ഒരു തടസ്സവും. അപ്പൊ ഇവരുടെ നാളുകൾ തമ്മിൽ എന്തെങ്കിലും ഇതുണ്ടോ, മോക്ക് ദോഷങ്ങൾ എന്തെങ്കിലും ഉള്ള സമയമാണോ എന്ന് അറിയാനാണ് വിളിച്ചത് സാർ. മകളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള മകളുടെ ഗ്രഹനില നമ്മുടെ മുൻപിലുണ്ട്. അത് ശർമാജി ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവർ ഒരുമിച്ചാണോ ബോംബെയിലാതെ? ഒരാള് ബോംബെയിലാണ്, ഒരാൾ ഇവിടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു. മോള് തിരുവനന്തപുരത്തും മകൻ മുംബൈയിലുമാണ്. ഓക്കെ. അതായത് ഇതിനെ പ്രമാണം പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു ലേശം അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടാവുന്ന സമയമാണ്. പത്തി അടിക്കും, പൊത്തിലൊളിക്കും, പാത്ത് നടക്കും, പതുങ്ങി നടക്കും. പുത്രന്റെ ദുഃഖം പുത്രിക്ക് ക്ലേശം, ഭർത്താവിന്റെ ദുഃഖം പൊന്നിന്റെ ദുഃഖം, പ്രതാപ ദുഃഖം. അപ്പം പുത്രൻ, പുത്രി, ഭർത്താവ്, സ്വർണം, ധനം ഇവ സംബന്ധിച്ച് ഹൃദയമോട് കേണുവാണിടും. പ്രയാസപ്പെടുക മകളെ. അത് വലിയ താമസമൊന്നുമില്ല. വരുന്ന നവംബർ മാസത്തിന് ശേഷം പുത്രൻ, പുത്രി, ഭർത്താവ്, സ്വർണം, ധനം, ജോലി ഇവ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള പ്രയാസം, അഭിപ്രായ വ്യത്യാസം, തമ്മിലുള്ള കലഹം, ഭർത്തൃകുടുംബവും ഭർത്താവുമായിട്ടുള്ള ലേശം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയെല്ലാം മാറും. ഒരല്പം ക്ഷമയോടെ ഇരുന്നാ മതി. സ്വർണം വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, സ്വർണ്ണമൊന്നും നഷ്ടപ്പെട്ടില്ല സാർ. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും അത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ പിണക്കങ്ങൾ. സ്വർണ്ണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം.
ആ അതിപ്പം നഷ്ടപ്പെട്ടെന്നല്ല, സ്വർണ്ണമൊക്കെ ഒരു മുൻകരുതൽ വേണം. ആ പല രീതികളിൽ സ്വർണം സംബന്ധിച്ച് വിഷമിക്കാനുള്ള സമയമാണ്. ഭർത്താവ്, പുത്രൻ, പുത്രി, സ്വർണം. പിന്നെ എപ്പോഴും പഴി കേൾക്കുക മകള്. ആ ആ അതെ പഴി കേൾക്കുകയോ പ്രതിയാവുകയോ ചെയ്യുമെന്നാണ്. ചെയ്യും. പ്രതി ആയില്ലേലും പഴിയാണ് ഏറ്റവും ഭയങ്കരം. അതെ മകളെ മകളുടെ വീട്ടുകാരെയൊക്കെ ഇങ്ങനെ ഭള് പറയുക, ഇത്യാദി കാര്യങ്ങൾ കുറ്റം പറയുക ഒക്കെ വരും. അതെ സാർ. നവംബർ മാസം മുതൽ വ്യത്യാസങ്ങളൊക്കെ വരും. ആ ഈ സമയം വരെ ഐകമത്യ പുഷ്പാഞ്ജലികളും ഉമാമഹേശ്വര പുഷ്പാഞ്ജലികളും ഒക്കെ ശിവനും പാർവതിയുമായിട്ട് പടിഞ്ഞാട്ട് ദർശനമുള്ള ക്ഷേത്രത്തിൽ ചെയ്യണം. ആ ആ ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ അല്ലേ? ആ ആ അങ്ങനെ നവംബർ മാസം വരെ ചെയ്യുക. ഇവരൊന്നിക്കും, കുഴപ്പമൊന്നുമില്ല. ആ ആ ഉം. ആ സാർ. അപ്പോൾ നവംബർ കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം അവരൊന്നിക്കും, ഉണ്ടാവും. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറും കേട്ടോ. മാറും. ആ സാർ. അതാ വയറ്റിന് എന്തെങ്കിലും ചില്ലറ അസുഖങ്ങൾ വല്ലതും ഉണ്ടോ മകൾക്ക്? എന്താ സാർ? എന്തെങ്കിലും അബ്ഡോമിനൽ ഉദര സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ആ മോക്ക് എപ്പോഴും തലവേദന, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് സാർ. അതൊക്കെ ഒന്ന് വിശദമായിട്ട് നല്ല അലോപ്പതി ഡോക്ടറെ കണ്ട് ഒന്ന് സ്കാൻ ചെയ്തിട്ട് പിന്നെ ബ്രെയിൻ സംബന്ധമായിട്ട് രക്തോട്ടം എന്തെങ്കിലും കുറവുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കണം. അതിൻ്റെ ന്യൂറോ സംബന്ധമായിട്ടും അതുപോലെ യൂട്രസ് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ നോക്കണം. അതിനുള്ള മരുന്നുകളൊക്കെ ചെയ്യുകയും യോഗയൊക്കെ ചെയ്യുകയും ചെയ്യുക. ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ നവംബർ മാസത്തോടെ മാറും കേട്ടോ. ശരി, വിളിച്ചതിന് നന്ദി. താങ്ക് യു. ശരിക്കും നമ്മൾ ഈ ഒരു എന്താ പറയുക, ജ്യോതിഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഓരോരുത്തരുടെ മനസ്സിലെ ആശങ്കകളിലേക്ക് നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുക അല്ലേ? ഓക്കെ, അടുത്ത കോളർ ഉണ്ട്. ആരാണ് നോക്കാം. ഹലോ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഗീത. ശരി, ഗീത ആർക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? ഗീതയുടെ ഓക്കെ, മകളുടെ പേര് പറയാമോ? എന്താ? അമൃത അല്ലേ? ശരി, അമൃതയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാമോ? 2003 ജാനുവരി 18 വെളുപ്പിന് 3:05. 2003 ജാനുവരി 18 അല്ലേ? വെളുപ്പിന് 3:05. 3:05 വെളുപ്പിന്. ഓക്കെ, എന്താ അറിയണ്ട മോളുടെ കാര്യം? ഹലോ, എന്താണ് അറിയണ്ടേ മോളുടെ കാര്യം? ഇപ്പം BSc നഴ്സിംഗ് കഴിഞ്ഞ് ജോലിയുടെ കാര്യത്തിൽ ഞാൻ അറിയാൻ വേണ്ടിയാണ്. ശരി, മകളുടെ ജനന സ്ഥലം തിരുവനന്തപുരം ആണോ? അമൃത ജനിച്ചത് തിരുവനന്തപുരമാണ് അല്ലേ? ശരി, അപ്പൊ ഇപ്പം പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ടോ? ഹലോ, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിരിക്കണം. ഇപ്പം രജിസ്ട്രേഷൻ കിട്ടിയതേ ഉള്ളൂ. PRS കൊടുത്തിരിക്കണം. 2 ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിട്ടുണ്ടോ? 2 ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ശരിയാവും നവംബർ മാസം മുതൽ കേട്ടോ. നവംബർ മാസം. ഇത് കഴിഞ്ഞ് വെളിയിലോട്ട് പോകാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. വിദേശത്തേക്കൊക്കെ പോവും. വിദേശ ജോലി പറയുന്നുണ്ട്. ആതുര സേവനം കേട്ടോ. ആതുര സേവനത്തിൽ പെടുന്നതാണ് നഴ്സിംഗ്. രോഗപരിപാലനം, രോഗിയെ പരിപാലനം, ഇതൊക്കെ. ഇപ്പോൾ ഒരല്പം നിരാശയും ക്ഷീണവും നടുവേദനയും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ്. അമ്മയായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഇപ്പോൾ വരും. അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. തൊട്ട തൊക്കുമേ പൊട്ടിയിടും, നനച്ച തെല്ലാമേ തെറ്റിയിടും, പെറ്റമ്മ പോലുമേ പിണങ്ങിടാം. പിണക്കം, പരിഭവം മുതലായതൊക്കെ ഉണ്ടാവും. അത് വേറെ ഏതെങ്കിലുമൊക്കെ കാരണത്താലൊക്കെ ആയിരിക്കും. നവംബർ മാസം മുതൽ ഭാഗ്യത്തിലേക്ക് ഉള്ള ശ്രദ്ധ വരും. ജോലി സാധ്യതയുണ്ട്. തുടർന്ന് കുടുംബത്തിൽ എന്തെങ്കിലും കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ മകൾ പരിഹരിക്കപ്പെടും കേട്ടോ. അങ്ങനെ മുന്നോട്ട് അടുത്ത 3 കൊല്ലം കൊണ്ട് രക്ഷപ്പെടും. അതെ, നമുക്ക് അടുത്ത കോള് വെയിറ്റിംഗ് ആണ് ചേച്ചി. അടുത്ത ആഴ്ച വിളിക്കാമോ ചേച്ചി? സോറി, നമുക്ക് അടുത്ത കോള് വെയിറ്റിംഗ് ആയതുകൊണ്ടാണ്, വേറെ ഒന്നും തോന്നരുത് കേട്ടോ. ഞാനതാ നേരത്തെ പറഞ്ഞത്, ഒരാളിലൊന്ന് മോന്റെ സ്വാഭാവികമാണ്. നമുക്ക് അടുത്ത കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് അജിത. എന്റെ ഏട്ടന്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഓക്കെ അജിത, ഏട്ടന്റെ പേര് പറയാമോ? രാജേഷ്.
രാജേഷ്. ഏട്ടൻ എന്ന് പറയുമ്പോൾ സഹോദരൻ എന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, ഹസ്ബൻഡ്. ഹസ്ബൻഡ് ആണ്. ഓക്കെ. ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പറയാമോ? 7/9/1981. ജോലിയുണ്ടോ അദ്ദേഹത്തിന് ഇപ്പം? ജോലി സ്വർണ്ണപ്പണിയായിരുന്നു സാർ. സ്വർണ്ണമൊക്കെ കുറവല്ലേ? 10 പൊന്നിന്റെ ദുഃഖം പ്രതാപ ദുഃഖം എന്നാണ്. പൊന്നല്ലേ സ്വർണ്ണപ്പണി. അപ്പൊ ബാക്കിയില്ല ഇപ്പം. ഇല്ല. ഇപ്പൊ അത്യാവശ്യം ഏതെങ്കിലും സ്വർണ്ണക്കടയിലേക്ക് നവംബർ മാസം മുതൽ കിട്ടും. ഓ, നല്ല സ്വർണ്ണക്കടയില് പേരെടുത്ത സ്വർണ്ണക്കടകളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് നല്ല ഉരുപ്പടികൾ പണിയാനായിട്ട് ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ വെളിയിലോട്ട് പോവും. സാർ ഒരു മിനിറ്റ് സാർ, ഇത് ഇപ്പൊ പണി നിർത്തിയിട്ട് ഏട്ടൻ ഈ റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷനും അങ്ങനെയൊക്കെ പോകുമായിരുന്നു. പക്ഷെ അതിലും വർക്കൊന്നും ഇല്ല കാര്യമായിട്ട് കേട്ടോ. എവിടെ ഇദ്ദേഹം ഇപ്പൊ തൊടുന്നോ അവിടെ ഒന്നും പൂർത്തീകരിക്കുന്നില്ല. കുറ്റപ്പെടുത്തണ്ട, നിരാശപ്പെടുത്തരുത്. അത് നവംബർ മാസം മുതൽ അദ്ദേഹത്തിന് ജോലി കിട്ടും, അല്ലെങ്കിൽ വെളിയിലോട്ട് കിടക്കും. കുറച്ച് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറേ കച്ചവടമൊക്കെ നടക്കും. വല്ല പണയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. പരിഭവങ്ങളൊക്കെ മാറും. പൊതുവെ അടുത്ത മഹാവിഷ്ണുവിൻ്റെ അല്ലെ കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടോ? തൊട്ടടുക്കലേ ശ്രീവല്ലഭൻ തിരുവല്ല അല്ലേ? വല്യമ്പലം എന്ന് പറയും. അവിടെ വ്യാഴാഴ്ച തോറും പോയി അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ പുഷ്പാർച്ചനയൊക്കെ തൊഴുത് പ്രാർത്ഥിക്കുക. നല്ലൊരു ജോലി കാര്യങ്ങൾ നല്ലൊരു കച്ചവടം കഴിഞ്ഞാൽ അവിടെ ഒരു കഥകളി നടത്താവുന്ന അങ്ങോട്ട് ഏക്കുക. ആ ശ്രീവല്ലഭൻ അനുഗ്രഹിക്കും. ശരി, നമസ്തേ. താങ്ക് യു. ശരി, അപ്പം നമ്മുടെ അടുത്ത കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. സംസാരിക്കുന്ന ആളുടെ പേര് പറയാമോ? കവിത. ഓക്കെ, മോന് വേണ്ടിയിട്ടാണോ? പേര് പറയാമോ മോന്റെ? നിഷാന്ത്. ആയിക്കോട്ടെ. നിഷാന്തിന്റെ ജനന ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയാമോ? ജനന തീയതി? 2004 മാർച്ച് 18. 2004 ആണല്ലേ? 2004. എന്താ നിഷാന്തിന്റെ അറിയണ്ടേ? എന്താണ് അറിയണ്ടേ? പണിക്കൊക്കെ പോയാലും 2 ദിവസം നിൽക്കുമ്പോ അവിടെ തിരിച്ചു പോകും. ജനന സമയം ഒന്ന് പറയാമോ? ജനനസമയം കൊടുക്കൂ. പകലും 3:30. പകൽ 3:30. ഏത് ഡിസ്ട്രിക്റ്റിലാ ജനിച്ചത്? ഇവിടെ കൊച്ചി തന്നെ. കൊച്ചിയിൽ. കൊച്ചി. ഹോസ്പിറ്റലിലാണ്. എന്താ മോന്റെ ഡിഗ്രി എന്താണ്? ഡിഗ്രി ഒന്നുമില്ല. മെക്കാനിക്കലാണോ? വെൽഡിങ്ങിന്റെ. അതല്ലേ മെക്കാനിക്കൽ പെടുന്നതാണ് വെൽഡിങ്ങും ഒക്കെ. വെൽഡിങ്, പ്ലംബിങ്, ഈ വക മേഖലകൾ. അത് തന്നെ. ഹലോ, നോക്കുക കേട്ടോ, ഒരു മിനിറ്റ്. ഗ്രഹനില ഒന്ന് എടുത്തോട്ടെ. കൊച്ചി, എറണാകുളം ഡിസ്ട്രിക്ട്. കൊച്ചി KSCHI. പക്ഷെ അത് നോക്കുന്നുണ്ട്. എറണാകുളം ഇട്ടാൽ മതി. എറണാകുളം. ഓക്കെ. ആരൊക്കെ ഇപ്പൊ വീട്ടിലുള്ളത് ചേച്ചി? ഞാനും 2 പിള്ളേരും. മൂത്തതും ആണ് തന്നെയാണ്. അത് ശരി. 2 ആൺപിള്ളേരാണ്. അത് ശരി. സ്ഥിരമായി ജോലി കിട്ടുന്നില്ല അല്ലേ? സ്ഥിരമായി പോയാലും അയാൾ 2 ദിവസം നിൽക്കും. അയാൾക്ക് പറ്റാനില്ലെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. എല്ലാ പണിക്കും പോകട്ടെ, ടൈലിന്റെ പണിക്ക് അങ്ങനെ. പുരുഷനാണ്. അതിന് കുഴപ്പമില്ല. ഓക്കെ. കർക്കടക ലഗ്നം, 12-ൽ ശനി, 2-ൽ ഗുരു, 4-ൽ കേതു, അഷ്ടമത്തിൽ ചന്ദ്രൻ, ഭാഗ്യത്തിൽ നിപുണൻ, കർമ്മത്തിൽ ശുക്രൻ സർപ്പം, ലാഭത്തിൽ ചൊവ്വ ഗുളികൻ. വരുന്ന ഡിസംബർ മാസം മുതൽ സ്ഥിരമായിട്ടുള്ള ജോലി കിട്ടും. ഏതെങ്കിലും നല്ല കമ്പനിയുടെ കൂടെയൊക്കെ പോകാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. തുടർന്ന് ഭാഗ്യങ്ങളൊക്കെ തെളിയും. കർക്കിടക ലഗ്നമാണ്. ഇദ്ദേഹം വലിയ ഭാഗ്യവാനൊക്കെ ആയിട്ട് തീരും കേട്ടോ. ഇപ്പോൾ കുറച്ച് കടമുണ്ട്. വയറ്റിന് ചില്ലറ അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ത്വക്കിനും
അമ്മോട് കൂടുതലായിട്ടൊന്നും സംസാരിക്കില്ല എന്ന് തോന്നുന്നല്ലോ. ആ സംസാരിക്കില്ല അധികം. ആ, ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. ആ അങ്ങോട്ട് അധികം സംസാരിക്കുകയില്ല, അങ്ങനത്തെ ഒരു ആളാണ്. ഉള്ളിൽ സ്നേഹമൊക്കെ ഉള്ളവനാണ്. ഭാവിയിൽ അമ്മയെ നോക്കും. ഇപ്പം കണക്കാക്കേണ്ട കാര്യമില്ല. വലിയ വലിയ ആശയങ്ങളൊക്കെ ഉള്ള ആളാണ്. മെക്കാനിക്കലായിട്ട് തന്നെ ടൈൽസ്, മാർബിള്, പ്ലംബിങ്, വെൽഡിങ്, ഫിറ്റിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്കൽ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ തിരിയും. നല്ല കമ്പനിയുടെ കൂടെയൊക്കെ ഭാവി വെളിയിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. വരുന്ന കൊല്ലം ഇതേ സമയം മുതൽ രക്ഷപ്പെടും കേട്ടോ. അടുത്ത കൂടി അറിയാൻ പറ്റുമോ? എന്തോ ഇദ്ദേഹത്തിൻ്റെ പേരിൽ മാസം തോറും ഗണപതി ഹോമം ചെയ്യണം കേട്ടോ. കൊച്ചിന്റെ പേരില്. ആ, അതായത് ഒത്തിരി ശത്രുക്കളുണ്ട്. ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് കുശുമ്പും ഒക്കെ ഉണ്ട്. ആ, അതാണ് സംഭവം. ആ, എന്തായിരുന്നാലും ആ ശത്രുക്കളൊക്കെ മാറാനും തടസ്സങ്ങളുമാകാനും ഗണപതി ഹോമം ചെയ്യിപ്പിക്കുക കേട്ടോ. ഒരു മാസത്തിലൊന്നോ ചെയ്താൽ മതി. പിറന്നാൾ താമസിക്കണതേ. ആ, വാടകയ്ക്കാണ് ഇപ്പം. വേറെ വീടൊക്കെ എന്ത് സ്വന്തമായിട്ടുണ്ടാവും. ശരി ചേച്ചി, താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച വിളിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഒരാളുടെയും കൂടെ അറിയണം എന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് ഇന്ന് ഒരാളുടേത് എടുക്കാം, അടുത്ത ആഴ്ച അടുത്ത ആളുടേത് എടുക്കാം. ഓക്കെ, ശരി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത കോൾ വെയിറ്റിംഗ് ആണ്. സർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് സതി. സതി അല്ലേ? ശരി, മകളുടെ കാര്യം അറിയാനായിട്ടാണ്. മകളുടെ പേരും ഡീറ്റെയിൽസും പറഞ്ഞോളൂ. പേര് പറയാമോ? മോളുടെ പേര് ശ്രുതി രാജ്. ശ്രുതിയാണോ? അതെ, ശ്രുതി രാജ്. ഓക്കെ, എവിടെയാ ഡേറ്റ് ഓഫ് ബർത്ത്? എവിടെയാ? ഐ മീൻ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? 17/10/2000 കൊല്ലത്താണ് ജനിച്ചത്. കൊല്ലമാണ്. 17/10/2000 അല്ലേ? ജനന സമയം കൂടി പറയാമോ? 5:38. പുലർച്ചെയാണോ? എന്തോ പുലർച്ചെ 5:38 ആണോ പറഞ്ഞേ? വൈകിട്ട് വൈകുന്നേരം. ഓക്കെ, സ്ഥലം ഏതാ? കൊല്ലം. ഓക്കെ, എന്താ അറിയേണ്ടത് മകളെ കുറിച്ച്? പ്രത്യേകിച്ചായിട്ട് എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടോ? മോൾക്ക് ഇതുവരെ മോളുടെ ജോലിയും ആയിട്ടില്ല, കല്യാണവും ആയില്ല. മോളുടെ കല്യാണ സമയവും ജോലി എപ്പോ ആവുമെന്നും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. എവിടെ എന്താ പഠിച്ചത് മോള്? മോള് ആയുർവേദ ഡോക്ടറാണ്. ഓക്കെ, ആയുർവേദ ഡോക്ടറാണ് അല്ലേ? സർജൻസി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക. ശരി, ഓക്കെ, നോക്കാം കേട്ടോ. ആയുർവേദം ഇഷ്ടപ്പെട്ടെടുത്തതാണോ? അതെ അതെ, ഇഷ്ടപ്പെട്ടെടുത്തതാ അല്ലേ? ഓക്കെ, ഇപ്പൊ ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അല്ലേ? കഴിഞ്ഞു. മോള് ഒരു ക്ലിനിക്ക് കുറച്ച് ഒരു 6 മാസം പോയി. ഓ, അത് ശരി, പ്രാക്ടീസ് ചെയ്തു. അത് ശരി, ആയിക്കോട്ടെ. ഓക്കെ, അപ്പം മകൾക്ക് ഇനി തുടർന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ആയിക്കോട്ടെ. പിന്നെ വിവാഹ കാര്യവും എനിക്ക് നിർബന്ധമായിട്ടും അറിയാം. ഒരു വർഷത്തിനകത്തായിട്ട് മോക്ക് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടും. തുടർന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സർക്കാർ ആശുപത്രിയിലും ഡോക്ടറായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യം പ്രൈവറ്റ് കിട്ടും. അങ്ങേയറ്റം 1 വർഷം, ഇങ്ങേയറ്റം വരുന്ന 3 മാസം കഴിയുന്ന മുറയ്ക്ക് ജോലി കിട്ടും. കല്യാണയാണെങ്കിൽ വരാനുള്ള ബുദ്ധിമുട്ടാണ്. ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം. ജോലിയിലും സൗന്ദര്യത്തിലും ഒക്കെ. ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ, ഒത്തിരി പ്രതീക്ഷകൾ കാണുമല്ലോ. ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുകയാണെങ്കിൽ അതും 1 വർഷത്തിനുള്ളിൽ വിവാഹം നടക്കുമെന്നാണ് കേട്ടോ. ശരി, താങ്ക് യു. വളരെ വ്യക്തമായ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഉള്ളപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാനും കഴിയും എന്ത് പ്രശ്നമാണെങ്കിലും. ശരി, അടുത്ത കോളാരാണ്, നമുക്ക് നോക്കാം. ഹലോ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. ടെലിവിഷന്റെ വോള്യൂം കുറയ്ക്കാമോ? ഓക്കെ, ആരെ സംസാരിക്കുന്ന? പേര് പറയാമോ? കേൾക്കുന്നില്ലല്ലോ. ടി വിയിൽ ശ്രദ്ധിക്കുകയാണ്. ഹലോ,
ഹലോ. ആ ഫോണിൽ ശ്രദ്ധിക്കണം കേട്ടോ, ടെലിവിഷൻ മറന്നേക്കൂ അടുത്ത ഒരു 2 മിനിറ്റിലേക്ക്. ഓക്കെ. എന്റെ പേര് രാജനാണ്. ആ എന്താ പേര്? രാജൻ. രാജൻ. ശരി, ആർക്ക് വേണ്ടിയാ വിളിക്കുന്നത്? ആരുടെ വിവരങ്ങളാണ് അറിയേണ്ടത്? എനിക്ക് വേണ്ടിയാ. എന്റെ സമയം എനിക്ക് വേണ്ടിയാ. രാജന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ? അതെ അതെ അതെ. ശരി, ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയാമോ? 30/3/81. 30/3/81 അല്ലേ? എന്താ രാജൻ അറിയേണ്ടത്? 1981. ഓക്കെ. രാജൻ എന്തെങ്കിലും പ്രത്യേകമായ എന്തെങ്കിലും ആശങ്കകൾ ഉള്ളതുകൊണ്ടാണോ ഇന്ന് വിളിച്ചത്? അത് അന്നാണ് എന്റെ സമയം ரொம்ப കടത്തിലാണ്. ഓക്കെ, അതറിയാൻ വേണ്ടിട്ട്. ശരി, ജനന സമയം ഒന്ന് പറയാമോ? വൈകുന്നേരം 6:30. 6:30. ഊരെങ്കേ രാജൻ? നക്ഷത്രം ഉത്രം. ഊരെ? ജനിച്ച സ്ഥലം പറയാമോ? തമിഴ്നാടാണോ? ബാലരാമപുരം വല്ലാണോ? എവിടെയാ? തമിഴ്നാട്. തമിഴ്നാട്. തമിഴ്നാട് അല്ലേ? തമിഴ്നാടെങ്കേ? തിരുനെൽവേലി. തിരുനെൽവേലി. ഓക്കെ. ഓക്കെ ട്രിവാൻഡ്രം കേട്ടോളൂ. ഓക്കെ. എന്താ അദ്ദേഹത്തിന് അറിയണ്ടേ? പൊതുവേ സമയം എങ്ങനെയാണ് എന്ന് അറിയാനാണോ വിളിച്ചത്? അതായത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ രാജൻ? അല്ല, സമയം അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറച്ച് കഷ്ടത്തിലാണ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി കഷ്ടപ്പാടുണ്ട് അല്ലേ? അപ്പം അറിയാനാണ് അല്ലേ? നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. ഉത്രാടം നക്ഷത്രം. ഉത്രം. ഉത്രം. ഉത്രമല്ല, ഉത്രാടം. കരിമ? 6:32 വൈകുന്നേരം അല്ലേ? അതെ അതെ അതെ. ഉത്രാടം. ഉത്തിരാടം കേട്ടോ. ഏതിൽ ആദ്യത്തെ നിൽക്കുകയാണ്? ആരെങ്കിലും സുഖമില്ലാതെ വീട്ടിൽ കിടപ്പുണ്ടോ? ഇല്ല 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 സാറേ, ഇല്ല ഇല്ല. ആരും ഇല്ല. ഇപ്പോഴത്തെ സമയം വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും അസുഖമായിട്ട് വേണമെങ്കിൽ കിടക്കാം. അത് കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ അസുഖമായിട്ട് കിടക്കാം. എങ്കിലും പുതിയ എന്തെങ്കിലും പ്രസ്ഥാനം തുടങ്ങാൻ പറ്റുന്നൊരു സമയമാണ്. ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉടൻ തുടങ്ങും. പുതിയ ബിസിനസ്സിലേക്ക് കിടക്കുമെന്നാണ് പറഞ്ഞത്. ജൂൺ 2-ാം തീയതി മുതൽ സമയം അനുകൂലമാണ്. കേട്ടോ? ജൂൺ 2. ജൂൺ 2 മുതൽ ബിസിനസ്സിലേക്ക് കിടക്കും. അടുത്ത 1-2 വരുന്ന കമ്മിങ് ജൂണിനകത്ത് പുതിയ ബിസിനസ് തുടങ്ങും. പൊളിഞ്ഞു പോയ ബിസിനസ് പോട്ടെ, വേഗം 2 തുടങ്ങും. അത് ഉടനെ തന്നെ തുടങ്ങും കേട്ടോ. ആ ശരി. ഓക്കെ, താങ്ക് യു. ഭയങ്കര എനർജിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ആശങ്കകളൊന്നും വേണ്ട, ക്ഷമയോടെ ഇരിക്കുക. ഓക്കെ, അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ഹലോ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് രാജേഷാണ്. എന്റെ വൈഫിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. വൈഫിന്റെ പേര് അജിത. നക്ഷത്രം. എന്താ നക്ഷത്രം? തിരുവോണം. ആയിക്കോട്ടെ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാമോ അജിതയുടെ? ഡേറ്റ് ഓഫ് ബർത്ത് 2-4-1978. 78 2-4 അല്ലേ? അതെ. ജനന സമയം പറയാമോ? ജനനസമയം 7:15 ഏതാ? AM? വൈകിട്ട് 7:15. സ്ഥലം? സ്ഥലം ഓച്ചറ. വൈഫിനെ അതായത് എപ്പോഴും രോഗത്തിൽ മൂടി ഒരു വ്യക്തിയാണ്. കാരണം ഞാനും വൈഫും മോളും മാത്രമേ ഉള്ളൂ വീട്ടില്. അപ്പം ഈ എന്താ പറയാ, എപ്പോഴും അസുഖങ്ങളെ തുടരെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ മെഡിസിൻ വാങ്ങി കഴിച്ച് പൂർണ്ണമാകുന്നില്ല. എപ്പോഴും ഒരു അലട്ടലാണ് സത്യത്തിൽ രോഗത്തെ. ശരി, എത്ര നാളായിട്ട് ഇങ്ങനെയാണ്? ഇതിപ്പോ ഏകദേശം ഒരു 3 കൊല്ലമായി. 3 കൊല്ലമായിട്ട് ഇങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണല്ലേ, ആരോഗ്യ പ്രശ്നങ്ങൾ? ശിരോരോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനായിട്ട് ഇപ്പം എന്റെ വീട്ടിൽ നിന്നും ഒരു എന്താ പറയാ, വീടിന്റെ മേളിൽ ടെറസിൽ നിന്നും വീണ്, അതാണ് തുടക്കം ഉണ്ടായത്.
അന്ന് മുതൽ അസുഖങ്ങളുടെ തുടക്കമാണ്. അതിനുശേഷം 8-9 മാസം ഒരേ കട്ടിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സയാറ്റിക്കയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ കാർഡിയക് പ്രോബ്ലം ഉണ്ട്, പിന്നെ പ്രഷറിന്റെ പരിപാടി അസുഖമുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ. അതായത് ജ്യോതിഷപരമായിട്ട് പറയുമ്പോഴത്തേനും ആ വീഴ്ചയോട് കൂടി ബ്രെയിനിന് ചെറിയ ഷോക്ക് തട്ടിയിട്ടുണ്ട്. അതേ തുടർന്ന് നട്ടലിനും സുഷുമ്ന ഗ്രന്ഥിക്കൊക്കെ ചെറിയ തകരാറുകൾ സംഭവിച്ചതായിട്ടാണ് കാണുന്നത്. അലോപ്പതിയിലൂടെ രോഗനിർണയം വരുത്തുകയും ആയുർവേദ ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്യണം. ക്രമാനുഗതമായിട്ട് രോഗങ്ങൾ മാറും, വളരെ ശമനങ്ങൾ വരും. ജൂണിന് ശേഷം പുതിയൊരു ട്രീറ്റ്മെൻറ്റും പുതിയൊരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടും, കുറേ കൂടെ മെച്ചമായിരിക്കും. അല്ല, ഞാൻ ചോദിച്ചത് എന്താ പറയാ, ഈ അസുഖങ്ങൾ വിട്ടുമാറാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ എന്തെങ്കിലും ഭവനത്തിൽ പ്രശ്നങ്ങളുണ്ടോ, ശത്രുക്കളുടെ ഒരു അതാണോ എന്നുള്ളൊരു അതാണ് മനസ്സിലായി. ഓക്കെ, പ്രതിവിധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും കൂടി. പ്രതിവിധികൾ ശത്രുദോഷങ്ങളും മറ്റും നമുക്ക് നോക്കണമെങ്കിൽ പ്രശ്നവിധി എടുക്കണം. അതായത് കവടി പ്രശ്നം എടുക്കണം. ഇത് ദശാകാലങ്ങളും ഗ്രഹനിലകളും വെച്ച് ഇപ്പം സത്യത്തിൽ ഈ വീഴ്ചയോട് കൂടി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവണം. ദശാകാലങ്ങൾ മോശമാവുമ്പോഴാണ് ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ എതിരാവുന്നതും ശത്രുക്കൾ തലപൊക്കുന്നതും ഒക്കെ. അത് പ്രശ്നവിധിയിൽ നോക്കാം. പ്രശ്നവിധിയിൽ നോക്കിയിട്ട് എവിടെയാ വീടെന്ന് പറഞ്ഞേ? എൻ്റെ വീട് ചെങ്ങന്നൂർ ഭാഗം. ചെങ്ങന്നൂർ ഭാഗമാണ്. അങ്ങനെ ഒരു പ്രശ്നവിധി എടുത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ടെലിവിഷനിലൂടെ കഴിവതും ചർച്ച ഒഴിവാക്കണം. കാരണം ശത്രു, ക്ഷുദ്രം, ആഭിചാരം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ നമുക്ക് മാധ്യമങ്ങളിലൂടെ വിവരിക്കാൻ പാടാണ്. പ്രശ്നവിധി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതിന് പോകാൻ വേണ്ടികൾ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ കോട്ടയത്ത് മെഡിക്കൽ കോളേജിനടുക്കലാണ്, കുടമാളൂർ. പ്രശ്നവിധി എടുത്തിട്ട് പരമാവധി അതുപ്രകാരം ഏതെങ്കിലും ശത്രുബാധകളോ ഒളിസ്തംഭനങ്ങളോ ശത്രുദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയാം. നമുക്ക് മാധ്യമങ്ങൾ വഴി ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ അങ്ങനെ ശത്രു, ക്ഷുദ്രം, ആഭിചാരം പറയാൻ പാടില്ല. പക്ഷേ ദശാകാലങ്ങൾ അത്ര നല്ലതല്ല. ആ വീഴ്ചയോട് കൂടി ബ്രെയിനും സുഷുമ്നയ്ക്കും തകരാറുണ്ട്. പറ്റുമെങ്കിൽ നേരിട്ട് വരിക, നോക്കാം. ശരി, താങ്ക് യു സോ മച്ച്. ചില കാര്യങ്ങൾ നേരിട്ട് തന്നെ സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി കാര്യങ്ങൾ. അതെ അതെ. അതെ, അടുത്ത കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? രാജിക്ക് വേണ്ടിയാണോ വിളിച്ചത്, അതോ വീട്ടിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ? ആരാ? അതെ അല്ലേ, ഓക്കെ. അപ്പൊ ആരുടെങ്കിലും ഒരാളുടെ ഡീറ്റെയിൽസ് വെച്ച് നമുക്കൊന്ന് മുമ്പോട്ട് പോവാം. ഓക്കെ. അപ്പൊ രാജിയുടെ ജനന തീയതി എന്നാ ഹസ്ബൻഡ് പറഞ്ഞോളൂ. 1980. പേര് പറയാമോ? അതെ, ബിജുലാൽ അല്ലേ? ആയിക്കോട്ടെ, ശരി. ഡേറ്റ് ഓഫ് ബർത്ത് എന്താ പറഞ്ഞേ? 1980 മാസം സെപ്റ്റംബർ 22. ജനന സമയം വൈകുന്നേരം ഒരു 6-6:30 ആ സമയത്താണ്. ഓക്കെ, 6:30. പ്രധാനമായിട്ട് എന്താ അറിയണ്ടേ സാറേ? നമ്മള് വീടൊന്നും ആയില്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി, കുഞ്ഞുങ്ങളൊന്നും ആയില്ല. ആകെപ്പാടെ ഒരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. കിടപ്പാടമായില്ല. ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ജോലി ചേട്ടൻ ഡ്രൈവറാണ്. മിക്കവാറും ഓട്ടോ ഉണ്ട്. കുടുംബപരമായിട്ടും ഒരു പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് ഒരു മനസ്സിനൊരു വല്ലാത്തത് കൂടെയൊക്കെ പോകുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായി. ആയിക്കോട്ടെ. കുട്ടികളും ആയിട്ടില്ല, കിടപ്പാടവും അല്ലേ? ഇതാണ്. പിന്നെ അത് സംബന്ധമായ തർക്കങ്ങളും ബുദ്ധിമുട്ടുകളും ആയിരിക്കും അല്ലേ? 2028 ഒരു കൊച്ചു വീടുണ്ടാവും. വണ്ടി സ്വന്തമായിട്ടുണ്ടോ? അത് പോരാ, ടാക്സി ആയിട്ട് എന്തെങ്കിലും വണ്ടി എടുക്കാൻ ഉദ്ദേശമുണ്ടോ?
ട്രാവൽസ് ഒക്കെ എടുക്കാൻ നിന്നാണ്, പക്ഷെ ഞാൻ താമസിച്ചിരുന്നത് വീടെന്ന് പറ്റുന്നുണ്ട്. 2028 ഒരു കുഞ്ഞു വീടുണ്ടാവും, ഒരു വണ്ടിയും എടുക്കും കേട്ടോ. ഞങ്ങൾ വിചാരിക്കുന്ന വെച്ചാൽ ഒരു തീർത്ഥാടനത്തിന് പോകുന്നോണ്ടിരിക്കുവായിരുന്നു. ആ, തീർത്ഥാടനത്തിന് പോകണമെന്ന് കരുതിയിരുന്നു അല്ലേ? തീർത്ഥാടനത്തിന് വീട്ടിൽ പോകണമെന്നാണ് ആഗ്രഹം. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? തീർത്ഥാടനത്തിന് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ട് മനസ്സിലെന്നാണോ? ആളിത്തിരി വിഷമത്തിലാണെന്ന് തോന്നുന്നു, ഇത്തിരി ഇമോഷണൽ ആണെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. 2028 കുഞ്ഞു വീടും വസ്തുവും ഒരു വണ്ടിയും ഒക്കെ ഉണ്ടാവും. ഈ സമയങ്ങളിൽ പുണ്യദേവാലയ ദർശന യോഗം, കാശി, രാമേശ്വരം, തിരുപ്പതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പാപനാശിനിയിലൊക്കെ പോയി കുളിക്കാനും ഒക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതോടുകൂടി നമുക്കിപ്പം സന്താനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിറവേറും. അങ്ങനെയും കൂടി ഒരു യോഗമുണ്ട്. നിരാശപ്പെടേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും സന്താനത്താൽ സൗഭാഗ്യവും കുഞ്ഞൊരു വീടും വസ്തുവും ചെറിയൊരു 4 വീലറും ഉണ്ടാവും. ഇപ്പോഴത്തെ നിരാശകൾ 1 മാസം കൊണ്ട് തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മഴയ്ക്ക് മുമ്പ് കൊള്ളിയാൻ മിന്നുന്നു എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ലക്ഷണമാണ് ഇന്ന് 1-ാം തീയതിയായിട്ട് നിങ്ങൾക്ക് വിളിക്കാനും ഇതിൻ്റെ മറുപടി കേൾക്കാനും ഇടയായത്. എന്തോ നല്ല അനുകൂല സന്ദർഭമുണ്ട്. സന്താനവും കൊച്ചു വീടും വണ്ടിയും ഉണ്ടാവും. എവിടുന്നെങ്കിലുമൊക്കെ ഈ 2028 സ്വന്തം വീട്ടിൽ നിന്നോ അവിടുന്നോ ചെട്ടിയോ പത്തിലോ ലോണോ ഒക്കെ എടുത്തും പല സഹായങ്ങൾ കൊണ്ടും ഭവനം ഒക്കെ ഉണ്ടാവും. ധൈര്യമായിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ കേട്ടോ? വിഷമിക്കരുത്, മനസ്സ് വിഷമിപ്പിക്കരുത്. ഇന്ന് മുതൽ സന്തോഷമായിട്ടിരുന്നോളൂ. നിനക്കൊരു പരിഹാരം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെക്കാട്ടിലും ഒരുപക്ഷെ ചുറ്റുമുള്ളവർ നമ്മുടെ പ്രശ്നങ്ങളെ ഒരുപാട് കൂട്ടി പറയുന്നത് കേൾക്കുമ്പോഴുള്ള വിഷമങ്ങളും കൂടെ ആയിരിക്കാം. അതുകൊണ്ട് ഒരുപാട് ചെവി കൊടുക്കാതിരിക്കുക. നമ്മുടെ കാര്യങ്ങൾ ഇപ്പം ശർമാജി പറഞ്ഞതുപോലെ ഫോക്കസ് ചെയ്യുക, മുമ്പോട്ട് പോവുക. മനസ്സിനൊരു സമാധാനവും സന്തോഷവും സന്താന ഭാഗ്യം ഉണ്ടാവും. അതെ, ഒരു കുഞ്ഞു വണ്ടി എടുക്കും, വസ്തുവും ഉണ്ടാവും. 28 ഉണ്ടാവുള്ളൂ. അതിന്റെ ലക്ഷണമാണ് ഇന്ന് അവർക്ക് വിളിക്കാൻ തോന്നിയത്. അതാണ് കറക്റ്റ്. അതെ, മഴ പെയ്യുന്നതിന് മുമ്പ് കൊള്ളിയാൻ മിന്നും. അതാണ് ശുഭസൂചകങ്ങൾക്ക് ലക്ഷണം കാണിക്കും. തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ നിരാശപ്പെടേണ്ട. വിളിച്ച് കിട്ടാത്തവരോ ഇന്ന് പ്രശ്നങ്ങൾ പറയാൻ കഴിയാത്തവർക്ക് തീർച്ചയായിട്ടും മനസ്സിൽ നിരാശയുണ്ടാവും. അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തും മറ്റൊരു എപ്പിസോഡുമായി. കുടമാളൂർ ശർമാജി നമ്മളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നമസ്കാരം.